ഫ്രാൻസിസ് മാർപ്പാപ്പ ചികിത്സയിലായിരിക്കുന്ന ജമലി ഹോസ്പിറ്റലിൽ നിന്നും അല്പം ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത്. അതായത് ഇന്ന് ഞായറാഴ്ച 21-ാം തീയതി വൈകുന്നേരം വത്തിക്കാൻ ന്യൂസിൽ നിന്ന് പുറപ്പെട്ട വാർത്ത അനുസരിച്ച് നമുക്ക് ഒത്തിരിയേറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ നില ഗുരുതരമായി തുടരുന്നുവെങ്കിലും ഇന്നലെ വൈകുന്നേരം മുതൽ പരിശുദ്ധ പിതാവിന് കൂടുതൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേസമയം മെഡിക്കൽ ടീം പറയുന്നത് ഓക്സിജൻ്റെ സഹായം ഇപ്പോഴും പരിശുദ്ധ പിതാവിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും ഇന്നത്തെ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഫലങ്ങളനുസരിച്ച് ഹീമോഗ്ലോബിൻ്റെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ അളവ് നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വസ്തുതയാണെന്ന് മെഡിക്കൽ ടീം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില രക്തപരിശോധനയിൽ നേരിയ തോതിലുള്ള വൃക്ക സംബന്ധമായ അപര്യാപ്തത കാണിക്കുന്നുണ്ട്. ഇത് എന്നാൽ നിലവിൽ നിയന്ത്രണത്തിലാണെന്നും അവർ പറയുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ പിതാവ് വളരെ കോൺഷ്യസ് ആണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവിനെ പറ്റി വളരെ മോശമായ രീതിയിൽ ഫേക്ക് ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. അതെല്ലാം വളരെ വ്യർത്ഥമാണെന്ന് അറിയിക്കുകയാണ്. പരിശുദ്ധ പിതാവ് വളരെ കോൺഷ്യസ് ആണ്. കാര്യങ്ങളോടും മരുന്നുകളോടുമൊക്കെ നന്നായിട്ട് പ്രതികരിക്കുന്നുമുണ്ട്. ഇന്ന് രാവിലെ അതുപോലെ പത്താം നിലയിൽ പരിശുദ്ധ പിതാവ് താമസിക്കുന്ന ജമലി ഹോസ്പിറ്റലിലെ 10ാം നിലയിലുള്ള പ്രൈവറ്റ് ചാപ്പലിൽ തന്നെ ശുശ്രൂഷിക്കുന്നവരോടൊപ്പം വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്നും നമുക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് റോമൻ സമയം 5:30 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം 10 മണിക്ക് റോമൻ രൂപതയിലെ വികാർ ജനറലായ കാർഡിനൽ ബാൽദോ റെയ്ന എല്ലാ വിശ്വാസികളോടുമൊപ്പമായിട്ട് ബഹുമാനപ്പെട്ട വൈദികരോടും സിസ്റ്റേഴ്സിനോടും ഒപ്പം പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് കുർബാന ചൊല്ലിയിരുന്നു സെൻറ്റ് ജോവാനി ലാത്രാൻ ബസിലിക്കയിൽ വെച്ച്. അതുപോലെ തന്നെ എല്ലാ ഇടവകളിലും പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥനകൾ ഉയരണമെന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഫെബ്രുവരി 14-ാം തീയതി മുതൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഇന്ന് 10ാമത്തെ രാത്രിയാണ് ഈ ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാണെങ്കിലും നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനകൾ ഉയർത്താം. തീർച്ചയായിട്ടും ഈ ഗൗരവമായ നില തരണം ചെയ്തതിന് ദൈവം അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജമലി ഹോസ്പിറ്റലിൽ നിന്നും ഗുഡ്നസ് ചാനലിന് വേണ്ടി ഫാദർ ജോർജി കളരിക്കൽ.